മാസപ്പടി കേസിൽ വീണയ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈമാറി CMRL. ആദായ നികുതി വകുപ്പ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന് ആധാരമായ രേഖകളാണ് ഹാജരാക്കിയത്. ED സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു. ED ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചെന്ന ഹർജിയിൽ CMRL ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥരെ തടങ്കലിൽ വെച്ചതല്ല, ചോദ്യം ചെയ്തതാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ CMRL, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ചോദ്യം ചെയ്യലിന് വരുമ്പോൾ ഇവരോട് കൊണ്ടുവരാൻ പറഞ്ഞ ചില രേഖകളുണ്ടായിരുന്നു. അത് ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ കോൺഫിഡൻഷ്യൽ രേഖകളായിരുന്നു. അത് ഇപ്പോൾ ഇഡിക്ക് ഹാജരാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതായത് വീണ വിജയന് പ്രതികൂലമായേക്കാവുന്ന രേഖകൾ എന്ന രീതിയിലാണ് ഇഡി അത് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം തന്നെ ഇന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾക്കെതിരെ ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും കോടതിയിലെത്തി. അവർ ചൂണ്ടിക്കാണിച്ച കാര്യം, തങ്ങളെ മണിക്കൂറുകളോളം തടങ്കലിൽ എന്ന പോലെ വെച്ച് ചോദ്യം ചെയ്തു, മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ശശിധരൻ കർത്ത പറഞ്ഞത് തനിക്ക് രോഗമുണ്ട്, രോഗിയാണ്, തനിക്ക് നേരിട്ട് ചോദ്യം ചെയ്യലിന് വരാൻ കഴിയില്ല, ചോദ്യാവലി തന്നാൽ മറുപടി നൽകാം, ഇതാണ് പറഞ്ഞത്. കോടതിയിൽ ഇഡി അതിനെ ശക്തമായി എതിർത്തു. അവർ പറഞ്ഞത് ഒരു മാനസിക പീഡനവും നടന്നിട്ടില്ല, വെറും ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത്. അപ്പോൾ ഒരു സ്ത്രീ അടക്കമുള്ളവരെ രാത്രി തടങ്കലിൽ എന്ന പോലെ അവിടെ വെച്ചില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തി. അത് ചോദ്യം ചെയ്യലാണ്. സമയം നിശ്ചയിക്കാൻ, ഏത് സമയത്ത് ചോദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇഡിയാണ്. അതിനൊരു പ്രത്യേക സമയം നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വ്യക്തമാക്കി. എന്തായാലും ഒരു ഇടക്കാല ഉത്തരവൊന്നും തന്നെയില്ല. തിരിച്ചടിയാണ് CMRLന്. വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ശരി, എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്.